ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 11. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. വിവർത്തനം. അലയോ ഭരതർഷഭ, ഞാനാണ് ബലവാന്മാരുടെ കാമരാഗ വിവർജിതമായ ബലം. ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ. ഭാവാർത്ഥം: ബലവാന്റെ ബലം അശക്തന്റെ രക്ഷയ്ക്ക് ഉപയോഗിക്കപ്പെടണം. സ്വന്തം മേന്മയ്ക്കു വേണ്ടിയല്ല അത് ഉപയോഗപ്പെടുത്തേണ്ടത്. ധർമാനുസൃതമായ ലൈംഗിക ജീവിതം സന്താനോത്പാദനത്തിനു വേണ്ടിയാണ്. പിന്നീട് മക്കളിൽ കൃഷ്ണാവബോധം ഉളവാക്കുന്നതും അച്ഛനമ്മമാരുടെ കടമയാണ്. ശ്ലോകം 12. യേ ചൈവ സാത്വികാ ഭാവാ രാജസാസ്താമസാശ്ച യേ മത്തയേവേതി താൻ വിദ്ധി നത്വഹം തേഷു തേ മയീ. വിവർത്തനം. സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എൻ്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ. എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല. ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല. മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. ഭാവാർത്ഥം: പ്രപഞ്ചത്തിലെ ഭൗതിക പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസൃതമായാണ് നടക്കുന്നത്. ഈ ത്രിഗുണങ്ങൾ കൃഷ്ണ ഭഗവാനിൽ നിന്ന് ഉളവാകുന്നുവെങ്കിലും അദ്ദേഹം അവയ്ക്ക് അധീനനല്ല. രാജ്യത്തിലെ നിയമപ്രകാരം ഒരാൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ നിയമകർത്താവായ രാജാവിന് അത് ബാധകമല്ല. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ സത്വം, രജസ്, തമസ് കൃഷ്ണനിൽ നിന്നുണ്ടാകുന്നുവെങ്കിലും കൃഷ്ണൻ ഭൗതിക പ്രകൃതിക്ക് അധീനനാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം നിർഗുണനാകുന്നു. അതായത് പ്രകൃതിയുടെ ഈ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്നു എങ്കിലും അവ അവിടുത്തെ ബാധിക്കുന്നില്ല എന്ന് സാരം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വിവിധ സവിശേഷതകളിൽ ഒന്നാണിത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.